ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അശ്വതി എല്ലാവർക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കിയത് ടേസ്റ്റ് ഇല്ല എന്ന് മനസ്സിലാക്കിയ ചാരു അശ്വതി അറിയാതെ എല്ലാ ഭക്ഷണവും രുചി കൂട്ടുകയാണ്. ചേർക്കേണ്ട മസാലകളൊക്കെ ചേർത്ത് അതിന് സ്വാദ് കൂട്ടുകയാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ചാരു തലവേദനയാണെന്ന് പറഞ്ഞ് അവിടെ പോയി ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചോദിക്കുകയാണ്. ആകാശും ബാലനും അനുവും രമേശിനൊക്കെ ചോദിക്കുകയാണ്, ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയില്ലേ ചാരു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഉണ്ടാക്കിയില്ല, അശ്വതി ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് തലവേദനയായ കാരണം ഞാനൊന്ന് അടുക്കളയിൽ കയറിയിട്ടില്ല എന്ന് പറയട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ബാലൻ അശ്വതിയോട് ഭക്ഷണം വിളമ്പാൻ പറയട്ടോ. അങ്ങനെ എല്ലാവർക്കുമുള്ള ദോശയും മുട്ടക്കറിയും വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ അനുവും രമേശനും ആഘോഷമൊക്കെ ഇത് വായിൽ വെക്കാൻ കൊള്ളുന്നുണ്ടാവില്ല, ചേച്ചിയല്ലേ ഉണ്ടാക്കിയത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അവർ 3 പേരും ഇരിക്കുന്നത്. അങ്ങനെ ഭക്ഷണം ആകാശ് വായിൽ വെച്ച് കൂടി അതിൻ്റെ സ്വാദ് കിട്ടിയതോടുകൂടി ആഹാ എന്നങ്ങ് ഒച്ചയെടുത്തുകൊണ്ട് പറയുമ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോട്ടെ. അപ്പോൾ ഭക്ഷണത്തിന് സ്വാദ് ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും കരുതിയിട്ടുണ്ടാവുക. പക്ഷേ ആകാശ് പറയണ അസലായിട്ടുണ്ട് ചേച്ചി, ചേച്ചിയുടെ കൈപ്പുണ്യം പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് സ്വാദുണ്ട് എന്നങ്ങ് പറയട്ടെ. അത് കേട്ടപ്പോൾ അശ്വതിക്ക് നല്ല സന്തോഷമാവാണ്. അപ്പോൾ രമേശൻ ചോദിക്കുകയാണ്, ആകാശ് നീ വെറുതെ പറഞ്ഞതാണോ? അല്ല അളിയ, ഒന്ന് കഴിച്ചു നോക്ക് എന്ന് പറയട്ടെ. അങ്ങനെ രമേശനും ഭക്ഷണം കഴിച്ചപ്പോൾ നല്ല സ്വാദുണ്ട്, ഇത് എൻ്റെ ഭാര്യ അശ്വതി തന്നെയാണോ ഉണ്ടാക്കി എന്ന് ചോദിക്കട്ടോ. അപ്പോൾ അശ്വതി ഒന്ന് രമേശ് ഏട്ടാ എന്ന് കളിയാക്കിയ മട്ടിൽ പറയണ. അങ്ങനെ അനുവും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അനുവും പറയണ്, അതെ സത്യമായിട്ടും അശ്വതി ചേച്ചി നല്ല സ്വാദുണ്ട് ഭക്ഷണത്തിന് എന്ന് അനുവും പറയട്ടോ. അങ്ങനെ ബാലനും കഴിക്കുകയാണ്. അപ്പോൾ ബാലനും പറയണേ, അശ്വതി നന്നായിട്ടുണ്ട് മോളെ, നല്ല ടേസ്റ്റ് ഉണ്ട്, നീ ഉണ്ടാക്കിയ ഭക്ഷണം അസലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും അശ്വതിയെ പുകഴ്ത്തുകയാണ്. അത് കേൾക്കുന്ന ചാരുവിന് ഒരുപാട് സന്തോഷമാവട്ടെ. അങ്ങനെ ചാരുവിനെ അശ്വതി ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പം എങ്ങനെയുണ്ടടി ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ ഗുണം? ഇവരെല്ലാവരും പറയുന്നത് കേട്ടില്ലേ? ഇപ്പോൾ എങ്ങനെയുണ്ട് നിൻ്റെ വിചാരം? നീ വലിയ ഒരു പാചകക്കാരിയാണെന്നാണ്, ഇപ്പോൾ എന്തുണ്ടായി എന്നുള്ള ഭാവത്തിലൊക്കെയാണ് കേട്ടോ അശ്വതി ചാരുവിനെ നോക്കുന്നത്. ഈ സമയം അരവിന്ദനെയും ഹേമയെയും നന്നായിട്ട് തന്നെ ഭീഷണിപ്പെടുത്തി പറ്റിക്കുകയാണ്. എന്നിട്ട് റൂം അടച്ച് നോട്ടീസ് കൊടുത്ത ശേഷം അഭിനയിച്ചുകൊണ്ട് ശ്രേയ കതക് കുറ്റിയിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. റൂമിൽ കയറി കുറ്റിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ഹേമയും അരവിന്ദനും ഒരുപാട് തവണ കതകിൻ്റെ പുറത്ത് നിന്ന് തട്ടി വിളിക്കുന്നുണ്ട്, മേഡം എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അബദ്ധം എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കില്ല, മേഡം എന്നെ ഒന്ന് മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോഴും ശ്രേയ നല്ല ജയിച്ച ഭാവത്തിലാണ് കേട്ടോ കാലും കയറ്റിയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ അവസാനം യാചിച്ചുകൊണ്ട് ഹേമയും അരവിന്ദും ശ്രേയ ഒരുപാട് തവണ തട്ടി വിളിക്കുമ്പോഴും ശ്രേയ ഒരു മൈൻഡും ചെയ്യാതെ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. അവസാനം ഹേമയും അരവിന്ദും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് അരവിന്ദ് ടെൻഷനായിട്ട് ഒരക്ഷരം പോലും അമ്മയോട് മിണ്ടാതെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഹേമ വിഷമത്തോടു കൂടി പറയുകയാണ്, മോനെ അരവിന്ദ്, ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയില്ല, എന്തെല്ലാം ആഗ്രഹത്തോടു കൂടിയാണ് നിൻ്റെയും ശ്രേയമോളുടെയും വിവാഹം നടത്തിയത്, നിനക്ക് ശ്രേയയെ കല്യാണം കഴിച്ചതോടു കൂടി നിൻ്റെ ജീവിതം തന്നെ മാറി മറിയും എന്നാണ് ഞാൻ കരുതിയത്, ഒരു നിമിഷം എല്ലാം തകർത്തു, എല്ലാം ആ കച്ചവടക്കാരി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ 2 പേരും കൂടി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ച് എണീറ്റ് പോയ ശേഷം അശ്വതി എല്ലാ പ്ലേറ്റുകളും എടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുപോകണം. ആ സമയത്താണ് അവിടെ മസാല പുരണ്ട ഒരു പാത്രം ഇരിക്കുന്നത് കാണാട്ടോ. അപ്പോൾ അശ്വതി സ്വയം പറയുകയാണ്, ഞാൻ ഇവിടെ മൊത്തത്തിൽ ക്ലീൻ ആക്കി പോയതാണല്ലോ, പിന്നെ എങ്ങനെ ഇവിടെ മസാല പുരണ്ട ഈ പാത്രം ഇരിക്കുന്നത്, ഇതിലാണെങ്കിലും മസാലയൊക്കെ ഇട്ട് വിട്ട മട്ടുണ്ടല്ലോ എന്നൊക്കെ സ്വയം പറയുകയാണ് കേട്ടോ. അപ്പോഴാണ് അശ്വതിക്ക് കാര്യം പിടികിട്ടുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് രുചി കൂടാൻ കാരണക്കാരി ആ ചാരുവാണ്, ഇവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് അശ്വതി ചാരുവിൻ്റെ അടുത്തേക്ക് ദേഷ്യത്തിൽ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, ചാരു നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, എന്താ അശ്വതി ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, നീ അങ്ങനെ നല്ലവളാവുകയൊന്നും വേണ്ട, നീ എന്തിനാണ് ആ മസാലയിൽ രുചി കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്, അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ ഇത്രയ്ക്ക് സ്വാദ് കൂടിയത് നീ കാരണമാണല്ലേ, അതെന്തിനാണ് നീ അങ്ങനെ ചെയ്തത്? അപ്പോൾ ചാരു പറയണ, അത് പിന്നെ ചേച്ചിക്ക് ഒരു അംഗീകാരവും ചേച്ചിക്ക് അങ്ങനെ പറയുമ്പോൾ ചേച്ചിക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്, ഇനി ഔദാര്യം കൊണ്ട് എനിക്കങ്ങനെ സന്തോഷമൊന്നും വേണ്ടടി എന്ന് പറഞ്ഞ് അശ്വതി ചാരുവിനെ വല്ലാതെ അങ്ങ് മോശമാക്കി സംസാരിക്കുകയാണ്. കുത്തി നോവിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ചാരുവിൻ്റെ കണ്ണുകളൊക്കെ നിറയുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ നല്ലതിന് വേണ്ടിയൊന്നുമല്ല, നീ ഇപ്പോൾ പാചകത്തിലൊരു മഹാറാണിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയല്ലേ, എൻ്റെ പാചകം അത്രയ്ക്ക് മോശമാണെന്നുള്ളത് കുത്തി നോവിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? അയ്യോ അശ്വതി ചേച്ചി, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല, വേണ്ട നീ കൂടുതൽ സംസാരിക്കേണ്ട, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് പാചകം
ചെയ്യാൻ അറിയൂ. ഇത് തന്നെയാണ് എൻ്റെ പാചക രീതിയും. അതുകൊണ്ട് ഇനി മേലിൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഉണ്ടാക്കിയ പാചകത്തിൽ നീ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ പിന്നെ ഞാനല്ലാതായി മാറും എന്ന് പറഞ്ഞ് മോശമായി സംസാരിച്ചിട്ട് പോവാണ്. അപ്പോൾ ചാരു കണ്ണുകളൊക്കെ നിറഞ്ഞ് കരഞ്ഞോണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ അരവിന്ദും വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഹേമ അരവിന്ദിനോട് വിഷമത്തോടു കൂടി പറയുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമ്മൾ കരുതിയില്ലല്ലോ അരവിന്ദ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവസാനം ഇപ്പോൾ ഡിവോഴ്സ് പേപ്പറും തന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അരവിന്ദ്, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അനന്ത് പറയാനാണ്? എന്നോട് ശ്രേയ മേഡത്തിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ വാശി പിടിച്ചു. അതുപോലെ ഞാൻ ചെയ്തു. ഇപ്പം ഇതാ എന്നെ വേണ്ട എന്ന് പറഞ്ഞ് ശ്രേയ മേഡം ഡിവോഴ്സ് പേപ്പറും തന്നു. ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് ചെയ്യാനാണ്? രണ്ടുപേരും എന്നെ ഫുട്ബോൾ തട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഇപ്പോൾ അവസാനം ഞാൻ പുറത്താവുകയും ചെയ്തു. അപ്പോൾ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഹേമ പറയണേ, ഇതിനെല്ലാം കാരണക്കാരി ആ തുണിക്കച്ചവടക്കാരിയാണ്. അവളെ വെറുതെ വിടരുത്. അവളാണ് നിന്റെ ജീവിതം ഇല്ലാതാക്കിയത്. അവൾ ആകാശിനെയും കൊണ്ട് നിങ്ങൾ ഹണിമൂണിന് പോയ ആ സ്ഥലത്തേക്ക് തന്നെ വരികയും അവൾ നല്ല ബുദ്ധിപരമായിട്ട് തന്നെയാണ് നിങ്ങളെ രണ്ടുപേരെയും വേർപിരിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ കാരണക്കാരി അവളാണ്. അവളെ വെറുതെ വിടരുത്. അപ്പോൾ അരവിന്ദ് പറയണ, അമ്മ പറഞ്ഞത് ശരിയാണ്. ഞാൻ അവരുടെയൊക്കെ ചതിയിൽപ്പെട്ടു. എന്നെ ശ്രേയ മേഡം വെറുക്കുന്ന രീതിയിൽ അവർ ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ശ്രേയ മേഡത്തിൻ്റെ മുന്നിൽ കുറ്റക്കാരനായി നിൽക്കുകയും ശ്രേയ മേഡം എന്നെ വെറുക്കുകയും ചെയ്തത്. ഇതിനൊക്കെ കാരണക്കാരി അവൾ തന്നെയാണ് എന്ന് അരവിന്ദും പറയട്ടോ. അങ്ങനെ ഹേമ പറയണേ, നീ സ്പീഡിൽ വീട്ടിലേക്ക് പോ. അവളെ ഇന്ന് വെറുതെ വിടരുത്. അവളുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കണം. അവൾ കാരണം എൻ്റെ മോൻ്റെ ജീവിതമാണ് തകർന്നത്. നീ വേഗം വണ്ടി വിട് എന്ന് പറയട്ടോ. അങ്ങനെ അരവിന്ദും ദേഷ്യത്തിൽ വീട്ടിലേക്ക് പോവാണ്. ഈ സമയം അമ്മ പറയുകയാണ്, നീ എടുത്തു ചാടി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്നോട് മാപ്പ് പറഞ്ഞ ശേഷം നിന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാനാണ് അവർ രണ്ടുപേരും വന്നത്. പക്ഷെ നീ കാണിച്ചത് എന്താണ്? അവർക്ക് മുന്നിൽ ഡിവോഴ്സ് പേപ്പറാണ് കൊടുത്തത്. നീ കാണിച്ചത് വിഡ്ഢിത്തരമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ കരുതുന്നത് പോലെയൊന്നുമല്ല. ഞാൻ ഡിവോഴ്സ് പേപ്പർ കൊടുത്തത് തന്നെ അവരെന്നോട് ചോദിച്ചിട്ടാണ്. അതുപോലെ ഞാൻ കൊടുത്തു. അതൊക്കെ നീ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ ആ അരവിന്ദ് ഒരു ബുദ്ധിയില്ലാത്ത, ഒരു കഥയില്ലാത്തവനാണ്. അവനെങ്ങാനും എനിക്ക് ഇനി ശ്രേയെ വേണ്ട എന്ന് കരുതി അവനെങ്ങാനും ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തിരിച്ചു തന്നാൽ എന്ത് ചെയ്യും? പിന്നെ നിന്റെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ ശ്രേയ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. ഈ എന്താ ശ്രേയ ചിരിക്കുന്നത്? ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം നിനക്ക് മനസ്സിലാകുന്നുണ്ട്. അമ്മ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ അവർക്ക് കൊടുത്തത് ഡിവോഴ്സ് പേപ്പറാണെങ്കിൽ അതിലൊന്നും ഒരിക്കലും അരവിന്ദ് ഒപ്പിടാനൊന്നും പോകുന്നില്ല. എൻ്റെ ജീവിതകാലം മുഴുവനും അരവിന്ദ് എൻ്റെ കാൽ ചുവട്ടിൽ തന്നെ കിടക്കും. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അമ്മ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. ഡിവോഴ്സ് പേപ്പറിൽ അരവിന്ദ് ഒപ്പിടാനും പോകുന്നില്ല. അവരുടെ കയ്യിൽ കൊടുത്തിട്ടുള്ള ഡിവോഴ്സ് പേപ്പർ കൊണ്ട് എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്നോ? അവരുടെ വീട്ടിൽ ഒരു ഭൂകമ്പം തന്നെ നടക്കും. അത് കാത്തിരുന്ന് അമ്മ കണ്ടോ എന്ന് പറയട്ടെ. എപ്പോഴത്തേക്കും അരവിന്ദും ഹേമയും വീട്ടിലെത്തുകയാണ്. എന്നിട്ട് ബാലിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ദേഷ്യത്തിലാണ് ഹേമ ചെല്ലുന്നത്. എന്നിട്ട് കയ്യിലുള്ള ആ ഡിവോഴ്സ് പേപ്പർ ബാലിൻ്റെ കാൽ ചുവട്ടിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറയുകയാണ്, ഇത് കണ്ട് നിങ്ങൾ സന്തോഷിച്ചോ? നിങ്ങൾ കാരണമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം കിട്ടിയല്ലോ. എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. അതെ, നിങ്ങളെ കല്യാണം കഴിച്ചതോടുകൂടി എൻ്റെ ജീവിതം തകർന്നു. എൻ്റെ വയറ്റിൽ പറഞ്ഞ എൻ്റെ മോൻ്റെ ജീവിതവും തകർന്നു. നിങ്ങൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ ബാലൻ അങ്ങ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയണേ, എന്താ നീ പറഞ്ഞത്? ഞാൻ പറയേണ്ട വാക്കുകളാണല്ലോ നീ പറയുന്നത്. നിന്നെ കല്യാണം കഴിച്ചത് കൊണ്ട് ഞാനല്ലേ, എൻ്റെ ജീവിതമല്ലേ തകർന്നത് എന്ന് പറഞ്ഞതോടെ ഹേമ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ അരവിന്ദ് പറയണേ, സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളോട് ഞങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങൾ എന്നോട് പറഞ്ഞു ദാ ഈ നിൽക്കുന്ന ഇവളെ കല്യാണം കഴിക്കാൻ. ഞാൻ അത് കല്യാണം കഴിക്കാതെ ഞാൻ ചെയ്തത് കൊണ്ട് നിങ്ങൾ എന്നെ എന്തെല്ലാം തരത്തിലാണ് ദ്രോഹിക്കുന്നത്? ഇപ്പോൾ എൻ്റെ ജീവിതം തന്നെയല്ലേ നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കുന്നത്? ആകാശ് പറയണ, അരവിന്ദ് നീ എന്താ ഈ പറയുന്നത്? അച്ഛനും ചാരും നിന്റെ ജീവിതം എങ്ങനെയാണ് ദ്രോഹിച്ച് ഇല്ലാതാക്കിയത്? അവരെന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? നീ കൂടുതൽ സംസാരിക്കേണ്ട. എൻ്റെ ഭാര്യ ഇപ്പോൾ എന്നെ വിട്ടുപോയി, അവളുടെ വീട്ടിലേക്ക് പോയി. അത് പോരാഞ്ഞിട്ടിപ്പോൾ ദാ അവൾ ഡിവോഴ്സ് പേപ്പറും തന്നു എന്ന് പറഞ്ഞതോടുകൂടി ആകാശും ചാരുവും ബാലനും രമേശനും എല്ലാവരും അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. ഇതിനൊക്കെ കാരണം നിങ്ങളാണ് എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ബാലൻ പൊട്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചിരിക്കുകയാണ്. അത് പിന്നെ ചിരിക്കാതെ? എനിക്ക് സന്തോഷമുള്ള വാർത്തയല്ലേ ഇപ്പോൾ നിങ്ങൾ വന്ന് പറഞ്ഞത്. നീ എന്തായിരുന്നു അവളെ തലയിൽ വെച്ചിട്ടല്ലേ നടന്നിരുന്നത്? എന്തിനും ഏതിനും പൊന്നു 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 എന്ന് പറഞ്ഞ് ഒരു 100 തവണയെങ്കിലും പൊന്നു എന്ന് വിളിക്കും. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? അവൾ നന്നായിട്ട് തന്നെ തിരിച്ചടിച്ചില്ലേ? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അരവിന്ദ് പറയുകയാണ്, നിങ്ങളങ്ങനെ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട. എൻ്റെ ജീവിതം തകർന്നത് നിങ്ങളൊക്കെ കാരണമാണ്. നിങ്ങൾ തന്നെയാണ് ഇതിന് കാരണം. നിങ്ങൾ ഒരു കാലത്തും എന്ന് പറഞ്ഞ് അരവിന്ദ് ബാലനെ ശപിക്കാൻ നിൽക്കുമ്പോൾ ചാരു പറയണ, ഇല്ല അരവിന്ദ്
ബാലേട്ട, ഒരിക്കലും ബാലമാമയെ ശപിക്കരുത്. ബാലമാമ നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഓരോന്നും ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ആ അച്ഛനെ ഇങ്ങനെ നിങ്ങൾ ശപിക്കുന്നത് ശരിയില്ല. ആ അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്തുമാത്രം അധികം ഉണ്ടാവും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ ബാലൻ പറഞ്ഞു, ഇല്ല മോളെ ചാരു, എനിക്ക് ഇവൻ്റെ ശാപമൊന്നും ഒരു പ്രശ്നമല്ല. ഇവരുടെ ജീവിതത്തിൽ നിന്നും അവൾ ഇറങ്ങിപ്പോയി എന്ന് കേട്ടതോടുകൂടി ഞാൻ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ്. കേട്ടപ്പോൾ ഹേമക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് ഹേമ, ഇതിനൊക്കെ കാരണക്കാരി ഈ തുണിക്കച്ചവടക്കാരിയാണ്, ഇവൾ ഒരിക്കലും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ് ഹേമ ചാരുവിനെ ശപിക്കുകയാണ്. അത് കേട്ടപ്പോൾ ആകാശ് പറയണേ, അല്ല, ഈ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവുമാണ് ഇതുവരെയും ചാരു ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടിയാണ് ചാരു ശ്രമിക്കുന്നതും. എന്നിട്ട് ചെയ്യുന്ന ചാരുവിനെ നിങ്ങൾ എന്തിനാ വെറുതെ ശപിക്കാൻ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അരവിന്ദ് പറയണേ, നിന്റെ ഭാര്യയെ പറഞ്ഞപ്പോൾ നിനക്ക് നൊന്തുവല്ലേ, അതുപോലെ തന്നെയാണ് എൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞാലും എനിക്ക് നോവും. അപ്പോൾ ആകാശ് പറയണേ, അങ്ങനെ നോവുന്നുണ്ടെങ്കിൽ ഭാര്യയോടൊപ്പം പോയി ജീവിച്ചോ, ഞാൻ വെറുതെ ഞങ്ങളോട് വഴക്കുണ്ടാക്കാൻ വരുന്നത്, ഞങ്ങൾ ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ വരുന്നില്ലല്ലോ. അതേടാ, ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്നത് പോലെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ബാലൻ പറയണ, നീ ഒരിക്കലും അവളോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കില്ലടാ എന്ന് പറയുമ്പോൾ ഹേമയ്ക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ. നിങ്ങൾ എന്തിനാണ് എൻ്റെ മോൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി ഇതുപോലെ ശാപവാക്കുകളൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് ഹേമ പ്രശ്നമുണ്ടാക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.